ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരനാണ്. ആരെക്കാളും അപകടകാരി. ഞാനിവിടെ ഒരു നല്ല വേട്ടയ്ക്കായി വന്നതാണ്. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ നായയാണ്. ഏറ്റവും അപകടകാരിയായ നായ. കാട്ടിലെ ക്രിക്കറ്റ് ഒരിക്കൽ നടന്ന സംഭവമാണ്. എല്ലാ മൃഗങ്ങളും വൈകുന്നേരം കളികളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മോണ്ടുകുരങ്ങൻ വന്നത്. മോണ്ടുകുരങ്ങ, നീ വന്നോ? ഇത്തവണ നീ നഗരത്തിൽ നിന്ന് വരുവാൻ ഒരുപാട് സമയമെടുത്തു. അതേടോ, ഇപ്രാവശ്യം എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു മൈതാനത്തിന് അടുത്തുള്ള മരത്തിൽ താമസിക്കുകയായിരുന്നു. അവിടെ എങ്ങനെയാണ് മനുഷ്യർ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും അവന്റെ അടുത്ത് വന്നു കൂടി. ഇപ്പോൾ മോണ്ടുകുരങ്ങൻ അവരോട് എല്ലാം ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്കെല്ലാം ക്രിക്കറ്റ് എന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ അവർ തീരുമാനിച്ചു, അല്ല, ഈ മനുഷ്യർക്ക് ക്രിക്കറ്റ് കളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ മൃഗങ്ങൾക്ക് ആയിക്കൂടാ? അത് ഞാനും വിചാരിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ബാറ്റും ബോളും കൊണ്ടുവന്നത്. പിന്നെന്താ, അവർ നല്ലൊരു സ്ഥലം നോക്കി സ്റ്റംപ് വെച്ചു. അതിനുശേഷം എല്ലാവരും കളിക്കാൻ തുടങ്ങി. രാമു ആന ബോൾ ഇട്ടു. കുഞ്ഞന്മാർ ഷോട്ട് അടിച്ചു. ബോൾ ഒരുപാട് ദൂരെ മാറി വീണു. കാണ്ടാമൃഗവും കുറുനരിയും ബോൾ അന്വേഷിച്ചിറങ്ങി. മാൻ അപ്പോൾ സന്തോഷിച്ച് റൺസ് എടുക്കാൻ തുടങ്ങി. അവർക്കറിയില്ലായിരുന്നു അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരനാണ്. ആരെക്കാളും അപകടകാരി. ഞാനിവിടെ ഒരു നല്ല വേട്ടയ്ക്കായി വന്നതാണ്. അവിടുന്ന് കുറച്ചകലെയായി കാലുകരടി മരത്തിന് ചുവട്ടിലിരുന്ന് പാട്ട് പാടുകയായിരുന്നു. അയാൾ കാലുകരടിയെ കണ്ടതും സന്തോഷിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ഈ കരടിയെ വേട്ടയാടി ഇതിഹാസ പുസ്തകത്തിൽ എന്റെ പേരെഴുതി ചേർക്കും. അയാൾ കരടിയുടെ നേർക്ക് തോക്കു ചൂണ്ടി അവനെ ഉന്നം പിടിക്കാൻ തുടങ്ങി. മറ്റൊരിടത്ത് രാമു ആന ബാറ്റിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കുഞ്ഞന്മാൻ ബോൾ എറിഞ്ഞു. രാമു ആന ഷോട്ട് അടിച്ചു. ആ വേട്ടക്കാരൻ കാലുകരടിക്ക് നേർക്ക് വെടിവെക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ തലയിൽ ബോൾ വന്ന് വീണത്. അയാളുടെ തല കറങ്ങി അയാൾ മയങ്ങി വീണു. രാമുവാനെ, നീ ചെറിയ ഷോട്ട് അടിക്ക്. കണ്ടില്ലേ ബോൾ എത്ര ദൂരെയാ പോയതെന്ന്? ശ്രദ്ധിച്ച് കളിക്ക്. നിങ്ങൾക്ക് ഷോട്ട് അടിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് അസൂയ. നിനക്ക് ഒരുപാട് ശക്തിയുണ്ട്. അതുകൊണ്ടല്ലേ നിന്നോട് ചെറിയ ഷോട്ട് അടിക്കാൻ ഞങ്ങൾ പറയുന്നത്. എനിക്ക് നിങ്ങളോടൊപ്പം കളിക്കണ്ട. ഞാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് ബാറ്റ് തറയിലെറിഞ്ഞു. അതെന്ത് പരിപാടിയാ? ഇന്നു മുതൽ നിങ്ങൾ എന്റെ കൂട്ടുകാരല്ല. എന്നോടിനി നിങ്ങൾ ആരും മിണ്ടാനും നോക്കണ്ട. അങ്ങനെ പറഞ്ഞ് രാമു ആനയും പോയി. മറ്റൊരിടത്ത് വേട്ടക്കാരനും ബോധം വീണു. ഈ കാട് അപകടം നിറഞ്ഞതാണെന്ന് തോന്നുന്നു. ആരാണ് ആക്രമിച്ചതെന്നും അറിയില്ല. എന്റെ അഭിപ്രായത്തിൽ വല വിരിക്കുന്നതാണ് നല്ലത്. ഇത് ചിന്തിച്ച് അയാൾ ഒരിടത്ത് വല വിരിച്ചു. എന്നിട്ട് അയാൾ ടെന്റിൽ പോയി വിശ്രമിച്ചു. രാത്രിയായപ്പോൾ എല്ലാ മൃഗങ്ങളും കളി നിർത്തി. താങ്ക് യു മോണ്ടുകുരങ്ങ. ക്രിക്കറ്റ് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വരൂ, ഇനി പോയി ഉറങ്ങാം. രാവിലെ വീണ്ടും കളിക്കാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഈ സമയം രാമു ആന ദേഷ്യത്തിൽ അവിടെയും ഇവിടെയും കറങ്ങുകയായിരുന്നു. ഒരുപാട് ഇരുട്ടിയിരുന്നു. എന്നിട്ടും അവൻ അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാട്ടിൽ അവന്റെ അലർച്ച കേട്ടു. അയ്യോ, ഇത് രാമു ആനയുടെ ശബ്ദമാണ്. അവൻ അപകടത്തിലാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ രാത്രിയിൽ അവനെ എങ്ങനെ അന്വേഷിക്കും? കാണ്ടാമൃഗവും കുറുനരിയും മാനും അപ്പോൾ രാവിലെയാകുന്നതുവരെ കാത്തിരുന്നു. അവർ രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്നു. രാവിലെ ആയതും മോണ്ടുകുരങ്ങ് ബാറ്റും ബോളുമായി അവരുടെ അടുത്ത് എത്തി. വരൂ, കളിക്കാൻ പോകാം. തീർച്ചയായും കളിക്കാം മോണ്ടുകുരങ്ങ. അതിനു മുൻപ് നമുക്ക് രാമു ആനയെ അന്വേഷിക്കണം. ഞങ്ങൾ രാത്രിയിൽ അവന്റെ അലർച്ച കേട്ടിരുന്നു. എന്തോ പറ്റി കാണുമോ എന്തോ. ഇവിടെ വേട്ടക്കാരനും ഉണർന്നിരുന്നു. എഴുന്നേറ്റതും അയാൾ തടാകത്തിൽ മുഖം കഴുകി. എന്നിട്ട് വല വിരിച്ച സ്ഥലത്തേക്ക് പോയി. അയാൾ നോക്കിയപ്പോൾ വലയിൽ രാമു ആന കുടുങ്ങിയിരിക്കുന്നു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആഹാ, അടിപൊളി! ഒരാന. ഇവനെ വിറ്റാൽ ഒരുപാട് പൈസ കിട്ടും. ഈ വേട്ടക്കാരൻ എന്നെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ എന്റെ കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ
അവരുടെ കൂടെ ഉണ്ടായിരുന്നേനെ. ഇവിടെ വലയിൽ വീഴില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വേട്ടക്കാരൻ അവന്റെ അടുത്തിരുന്ന് മൊബൈലിൽ സംസാരിക്കുവാൻ തുടങ്ങി. സർ, ഞാനൊരു ആനയെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം വണ്ടി അയക്ക്, ഇവൻ രക്ഷപ്പെടുന്നതിന് മുൻപ്. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും അവിടെ എത്തി. എല്ലാവരും രാമു ആന വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് അമ്പരന്നു. അരേ രാമു ആനേ, നീ വലയിൽ എങ്ങനെ കുടുങ്ങി? വേട്ടക്കാരൻ ഈ മൃഗങ്ങളെയെല്ലാം കണ്ട് എന്തു ചെയ്യണമെന്ന് ഓർത്ത് വിറളി പിടിച്ചു. അയാൾ തോക്കെടുത്തു. എല്ലാ മൃഗങ്ങളും അവരവരുടെ കൈ ഉയർത്തു. ഇത് ഞാൻ എന്താ പറയുന്നത്? രാത്രിയിൽ ഞാൻ ദേഷ്യത്താൽ ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ വേട്ടക്കാരൻ വിരിച്ച വലയിൽ ഞാൻ വീണത്. ഈ മൃഗങ്ങൾ പരസ്പരം എന്താ സംസാരിക്കുന്നത്? ഈ തോക്ക് എന്താ ചലിക്കാത്തത്? അയാൾ നോക്കിയപ്പോൾ തോക്കിൽ ഉണ്ടകളേയില്ല. ഷെടാ, ഇതിനകത്ത് വെടിയുണ്ടകളേയില്ല. ഇനി ഇവരെ എങ്ങനെ വെടിവെക്കും? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഏയ്, നീ പേടിക്കണ്ട. ഞങ്ങൾ നിന്നെ ഈ വലയിൽ നിന്ന് തീർച്ചയായും രക്ഷിക്കാം. നീ പേടിക്കാതിരിക്കെ. വേട്ടക്കാരന് നല്ല ദേഷ്യം തോന്നിയിരുന്നു. ഓ, ഞാനൊരു ഭ്രാന്തനൊന്നുമല്ല, ഒരു വേട്ടക്കാരനാണ്. നിങ്ങൾ എന്നെ പേടിക്കണം. നിങ്ങൾ കാര്യം പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങൾക്ക് എന്നെ ഒട്ടും പേടിയില്ലെന്ന്. ഇയാൾ നമ്മളെ വഴക്ക് പറയുകയാണല്ലോ. ഇയാളെ നമ്മൾ എത്രമാത്രം പേടിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ മൂണ്ടുകുരങ്ങൻ ഓടി വന്ന് അയാളുടെ തോക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് അതെടുത്ത് തടാകത്തിൽ കളഞ്ഞു. ഏയ് ഇല്ല, എന്റെ തോക്ക് നിങ്ങൾ കളഞ്ഞോ? ഞാനിനി അതെങ്ങനെ കണ്ടുപിടിക്കും? വരൂ, ഞങ്ങൾ നിന്നെ തീർച്ചയായും സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണ്ടാമൃഗം ഓടി വന്നു. വേട്ടക്കാരനെ ഇടിച്ചു. വേട്ടക്കാരനും തടാകത്തിൽ ചെന്ന് വീണു. അതിനുശേഷം എല്ലാ മൃഗങ്ങളും രാമു ആനയെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. വേട്ടക്കാരന്റെ വലയെ വലിച്ചു കീറി കീറി മുറിച്ചു മാറ്റി. സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. എല്ലാ മൃഗങ്ങളും ചേർന്ന് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ഇന്നാ പിടിച്ചോ 4. ഏയ് ഇതാ പിടിച്ചോ 6. അവർക്ക് ശേഷം വീണ്ടും രാമു ആനയുടെ ഊഴമായി. രാമു, ഇപ്രാവശ്യം അധികം ദൂരെയൊന്നും അടിക്കണ്ട കേട്ടോ. ശരി ശരി, നീ ആദ്യം ബോളിട്. അവരുടെ കുറച്ച് അടുത്തായി വെള്ളത്തിൽ വീണ് നനഞ്ഞു കുതിർന്ന വേട്ടക്കാരനും വരുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ കയ്യിൽ തോക്കിന് പകരം ഒരു അമ്പുണ്ടായിരുന്നു. ഈ മൃഗങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇവർക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരനാണെന്ന്. ഏറ്റവും അപകടകാരി. അങ്ങനെ പറഞ്ഞ് അമ്പെടുത്ത് കാണ്ടാമൃഗത്തെ ഉന്നം വെച്ചു. അപ്പോഴാണ് കുഞ്ഞൻ മാൻ രാമു ആനയ്ക്ക് ബോൾ എറിഞ്ഞു കൊടുത്തത്. അത് കണ്ടോ, 6. രാമു ആന ഷോട്ട് അടിച്ചു. വേട്ടക്കാരന്റെ വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കാൻ പോകുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ തലയിൽ ബോൾ വന്നു വീണത്. അയാളുടെ ബോധവും പോയി. എല്ലാ മൃഗങ്ങളും ഓടി അയാളുടെ അടുത്തെത്തി. ചേടാ, ഇയാൾ പിന്നെയും വന്നോ? അല്ല, ഇനി ഇയാൾ മരിച്ചുപോയോ? അപ്പോൾ അയാൾ വേഗം എഴുന്നേറ്റു. അവരെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ നായയാണ്. ഏറ്റവും അപകടകാരിയായ നായ. ചേടാ, ഇയാൾ ഇതെന്താ പറയുന്നത്? തലയിൽ ബോൾ കൊണ്ടിട്ട് ഇയാളുടെ ഓർമ്മ പോയെന്ന് തോന്നുന്നു. ഇയാള് സ്വയം നായ ആയിട്ടാ കാണുന്നത്. എല്ലാ മൃഗങ്ങളും ചിരിക്കാൻ തുടങ്ങി. ആ വേട്ടക്കാരൻ കൈയും കാലും നായയെ പോലെ വെച്ച് കുരച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ നായയാണ്. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. ഒരു കാട്ടിൽ ഹൈരി എന്നു പേരുള്ള ഒരു കൗശലക്കാരനായ കുറുക്കനുണ്ടായിരുന്നു. അവൻ കാവട്ടിക്കാരനും സൂത്രശാലിയുമായിരുന്നു. അവൻ ഒരു പണിക്കും പോകില്ലായിരുന്നു. വൃക്ഷത്തണലിൽ കിടന്ന് കാട്ടിലെ രാജാവാകുന്നത് സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അവന്റെ വെയിലത്തരങ്ങൾ കൊണ്ട് കാട്ടിലുള്ളവരെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പല പ്രാവശ്യം കാട്ടിലെ രാജാവായ വില്യം സിംഹം അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഹൈരിക്കുറുക്കൻ മാറാൻ ഒരുക്കമല്ലായിരുന്നു. ഹൈരിക്കുറുക്കൻ എപ്പോഴും മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നതെല്ലാം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു.
അവനേക്കാൾ ബലഹീനരായ മൃഗങ്ങളുടെ ഭക്ഷണവും തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹൈരിക്കുറുക്കൻ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത് അവൻ കണ്ടു. ഹൈരിക്കുറുക്കൻ അവർ പോകുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിംകി കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മിംകി പക്ഷിയോട് ചോദിച്ചു, ഇന്ന് ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? മിംകി കിളി ഹൈരിയുടെ ചോദ്യത്തിന് മുഖം കിറവിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെവിടെയെങ്കിലും പോകട്ടെ. ഹൈരിക്കുറുക്കൻ സൂത്രത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമായോ? നീ ഇതെന്താ പറയുന്നത്? ഞാനും ഈ കാട്ടിലെ മൃഗമാണ്. എനിക്കെന്താ അറിയുവാനുള്ള അധികാരമില്ലേ? നിന്നെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെ എന്തെന്നുമായിരുന്നു. നിന്റെ അറിവിലേക്ക് പറയാം, ഇന്ന് രാജാവായ വില്യം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവിടെ നല്ല വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവരെ പോലെ ഞാനും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്. വിരുന്നോ? എന്ത് സന്തോഷത്തിന്റെ പേരിലാണ്? വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ ബർത്ത്ഡേ ആണിന്ന്. മിംകി കിളിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൈരിക്കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, വില്യം സിംഹം ഈ കാണിച്ചത് വലിയൊരു തെറ്റാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനെന്താ ഈ കാട്ടിലെ മൃഗമല്ലേ? ആദ്യം നീ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാകൂ. നീ അല്ലെങ്കിൽ ആൾക്കാരുടെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. നിന്റെ അറിവിലേക്ക് പറയുകയാണ്, നീ അവിടെയെങ്ങും പോയി ചുറ്റിത്തിരിയരുത്. സുഹൃത്തെ, വില്യം സിംഹത്തിന്റെ ഈ പ്രവൃത്തി എനിക്ക് തീരെ മോശമായി തോന്നുന്നു. ഞാൻ കാട്ടിലെ രാജാവാകുമ്പോൾ ഈ കാട്ടിലെ എല്ലാ നിയമങ്ങളും രീതികളും മാറ്റും. ഹൈരിക്കുറുക്കന്റെ സംസാരം കേട്ട് മിംകി കിളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നിർത്തൂ. കുറുക്കന്മാർ ഒരിക്കലും രാജാവാകില്ല. കാട്ടിലെ രാജാവ് സിംഹമേ ആകാറുള്ളൂ. ഈ ജന്മത്തിൽ നീ ഒരിക്കലും രാജാവാകില്ല. ഞാൻ പോകുന്നു, എനിക്ക് വിശക്കുന്നു. ഇത്രയും പറഞ്ഞ് മിംകി പക്ഷി പറന്നുപോയി. ഹൈരിക്കുറുക്കൻ ദേഷ്യത്തിൽ പല്ല് ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ നല്ല വിഭവങ്ങളുടെ പേരുകൾ ഓർത്ത് അവന്റെ വായിൽ വെള്ളമൂറാൻ തുടങ്ങിയിരുന്നു. ഹൈരിക്കുറുക്കൻ വിളിക്കാത്ത സദ്യയുണ്ണാൻ വില്യം സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവനെ കണ്ടപ്പോഴേക്കും വില്യം സിംഹത്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എന്നിട്ടും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ഈ വിരുന്നിൽ വിളിച്ചിട്ടില്ല. എന്നിട്ടും വന്നുവെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകൂ. ഹൈരിക്കുറുക്കൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ ദൃഷ്ടി വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിലേക്ക് പതിച്ചത്. അവനൊരു സ്വർണവള കൊണ്ട് കളിക്കുകയായിരുന്നു. സ്വർണവള കണ്ടതും ഹൈരിക്കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അവൻ മനസ്സിൽ പറയാൻ തുടങ്ങി, ഈ സ്വർണ വളകൾ എന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ എനിക്ക് അതിനെ വിറ്റ് ധാരാളം പണം സ്വരൂപിക്കാനാകും. ഹൈരിക്കുറുക്കൻ എഡ്വേർഡിന്റെ അടുത്തെത്തി. വളരെ കൗശലത്തോടുകൂടി അവനോട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിലെ ഈ സ്വർണവള മനോഹരമാണല്ലോ. എനിക്കിതൊന്ന് നോക്കാൻ തരുമോ? എഡ്വേർഡ് സ്വർണവള ഹൈരിയുടെ കയ്യിലേക്ക് കൊടുത്തു. വള കയ്യിൽ വാങ്ങിയിട്ട് ഹൈരിക്കുറുക്കൻ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ വില്യം അതാ നിന്നെ വിളിക്കുന്നു. നിഷ്കളങ്കനായ എഡ്വേർഡ് ഹൈരി പറയുന്നത് കേട്ട് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോയി. ആ തക്കം നോക്കി ഹൈരിക്കുറുക്കൻ അവിടെ നിന്ന് ഓടി മറഞ്ഞു. എഡ്വേർഡ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അങ്ങ് എന്നെ വിളിച്ചിരുന്നോ? ഹൈരി അങ്കിൾ പറഞ്ഞു അങ്ങനെ വിളിക്കുന്നെന്ന്. ഹൈരിക്കുറുക്കന്റെ പേര് പറഞ്ഞപ്പോഴേ വില്യം സിംഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ സ്വർണവള അതെന്ത് ചെയ്തു? അത് ഹൈരിക്കുറുക്കന്റെ കയ്യിലാണ്. എഡ്വേർഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ വില്യം സിംഹത്തിന് എല്ലാ ചുറ്റിക്കളെയും ബോധ്യപ്പെട്ടു. ഹൈരിക്കുറുക്കൻ അതിവിദഗ്ധമായി മോനെ പറ്റിച്ച സ്വർണവുമായി കടന്നെന്ന് മനസ്സിലായി. വില്യമിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവൻ തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്റെ മോനെ വിഡ്ഢിയാക്കിയിട്ട് കടന്നു കളഞ്ഞു. പോകൂ, ഹൈരിക്കുറുക്കനെ ജീവനോടെയോ കൊന്നോ പിടിച്ചുകൊണ്ടുവരും. ഇവിടെ ഹൈരിക്കുറുക്കൻ മരത്തണലിൽ ആ വളയുടെ മനോഹാരിത നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മിംകി കിളിയെ കണ്ടത്. അത് പറന്ന് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു,
നീ ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുകയാണ്. കാട്ടിലെ രാജാവായ വില്യം സിംഹം സൈനികരോട് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇത്തവണ നീ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന് തോന്നുന്നു. മിംകി കിളിയുടെ വാക്കുകൾ കേട്ട് ഹൈരിക്കുറുക്കൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടി എവിടേക്കാണ് ഒളിക്കേണ്ടതെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് ധാരാളം സൈനികർ അവന്റെ നേരേക്ക് വരുന്നത് അവൻ കാണുന്നത്. കുറുക്കൻ അവിടെയും ഇവിടെയും ഒളിക്കാനുള്ള സ്ഥലം നോക്കി. അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു തടാകം കണ്ടു. അവൻ ആ തടാകത്തിലേക്ക് എടുത്തു ചാടി. വില്യം സിംഹത്തിന്റെ സൈനികർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. ഹൈരിക്കുറുക്കൻ തടാകത്തിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആ തടാകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് സ്വർണശോഭ പരക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു ദേവത ഇറങ്ങി വന്ന് മുന്നിൽ നിന്നു. ഞാനൊരു ശാപം കാരണം വർഷങ്ങളായി ഈ തടാകത്തിൽ തടവിലായിരുന്നു. ഏതെങ്കിലും മടിയനായ മൃഗം സ്വർണവുമായി ഇതിൽ മുങ്ങിയാലേ എനിക്ക് ക്ഷാപമോക്ഷം കിട്ടുമായിരുന്നുള്ളൂ. നീ കാരണം ഞാനിന്ന് ശാപത്തിൽ നിന്നും മുക്തമായിരിക്കുന്നു. എനിക്ക് നിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാവും. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഹൈരിക്കുറുക്കൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കാടിന്റെ രാജാവാകണമെന്നാണ്. കാടിന്റെ രാജാവാകാൻ സിംഹത്തിനെ കഴിയുള്ളൂവെന്ന് അവനറിയാമായിരുന്നു. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. അബദ്ധത്തിൽ പോലും യഥാർത്ഥ സിംഹത്തോട് പോരിന് പോകരുത്. യഥാർത്ഥ സിംഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ നീ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞ് ദേവത അവിടെ നിന്നും മറഞ്ഞു. ഹൈരിക്കുറുക്കൻ സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. വെള്ളത്തിൽ സിംഹത്തിന്റേത് പോലുള്ള പ്രതിബിംബം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കെ പൊറുതി ഇല്ലാതായി. പോകെ പോകെ അവൻ ആ കാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോന്നിരുന്നു. എന്തു തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും. കാട്ടിലെ രാജാവായ വില്യം സിംഹത്തിന് ഈ കാട്ടിൽ മറ്റൊരു സിംഹം വന്നിട്ടുണ്ടെന്നും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയുമാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യത്താൽ വില്യം സിംഹം ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ കാട്ടിലെ നിർദോഷികളായ മൃഗങ്ങളെ കൊല്ലുന്ന ആ സിംഹത്തിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഹൈരിക്കുറുക്കൻ സിംഹരൂപത്തിൽ കാട്ടിലെങ്ങനെ മതിച്ചു നടക്കുകയായിരുന്നു. അവിചാരിതമായി വില്യം സിംഹം അവന്റെ മുന്നിൽ വന്ന് നിന്നു. അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്റെ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ കാടിന്റെ രാജാവ് ഞാനാണെന്ന്? ഹൈരിക്കുറുക്കൻ അഹങ്കാരത്താൽ ദേവത അവനോട് പറഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു. അവന്റെ ആത്മാവ് കുറുക്കന്റേതായിരിക്കും. യഥാർത്ഥ സിംഹവുമായി പോരിന് പോയാൽ തോറ്റുപോകുമെന്ന് ഹൈരിക്കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ കാട്ടിലെ സിംഹം ഞാനാണ്. എന്നെ ഒന്ന് കൈവച്ചു നോക്ക്, നിനക്കത് മനസ്സിലാകും. ഇതു കേട്ടതും വില്യം സിംഹത്തിന് കോപം നിയന്ത്രിക്കാനായില്ല. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വില്യം സിംഹം പുല്ലുപോലെ ഹൈരിക്കുറുക്കനെ എടുത്തെറിഞ്ഞു. കുറച്ചു നേരം കൊണ്ട് ഹൈരിക്കുറുക്കനെ അവൻ വലിച്ചു കയറിയിട്ടു. ഹൈരിക്കുറുക്കൻ മുറിവുകളോടെ ഭൂമിയിലേക്ക് പതിച്ചതും അവൻ പഴയ രൂപത്തിലേക്ക് വന്നു. അവർ തമ്മിലുള്ള യുദ്ധം മിംകി കിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മരിച്ചപ്പോൾ മിംകി കിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത്. അന്നേരമേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാണ്. കുറുക്കൻ ഒരിക്കലും കാടിന്റെ രാജാവാകില്ല. അതിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി.